US-ഇറാൻ സംഘർഷം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ ജിയോ പൊളിറ്റിക്കൽ ഷോക്കിൽ 2 ദിവസത്തെ അവധിക്ക് ശേഷം നാളെ ഓപ്പൺ ചെയ്യുന്ന ഇന്ത്യൻ വിപണിയിൽ എത്രത്തോളം വലിയ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് വരാൻ സാധ്യതയുള്ളത് എന്ന് പഴയ സമാന സംഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ ഒന്ന് വിലയിരുത്തുകയാണ്. ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് റഷ്യ-ഉക്രൈൻ വാറായിരുന്നു. ഫെബ്രുവരി 24, 2022 യുദ്ധം നടക്കുന്നത്. അന്ന് ഏകദേശം 2.5% നിഫ്റ്റി ഇടിഞ്ഞത്. ഒരു വലിയ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ്, അതായത് 2% മുകളിലുള്ള ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയായിരുന്നു അന്ന് നമുക്ക് ലഭിച്ചത്. പക്ഷേ 3 മുതൽ 5 ദിവസത്തിനുള്ളിൽ തന്നെ ഭാഗികമായിട്ടുള്ള ഒരു റിക്കവറി നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുകയുണ്ടായി. ഇപ്പോഴത്തെ സമാനമായ ഒരു സംഭവം നടക്കുന്നത് ജനുവരി 2020 US-ഉം ഇറാനും തമ്മിലുള്ള വാർ ടെൻഷനുകൾ നിലനിൽക്കുന്ന സമയമായിരുന്നു. അന്ന് നിഫ്റ്റിയിൽ 1% മുകളിലുള്ള ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിരുന്നു നമുക്ക് ലഭിച്ചത്. അതായത് നാളെയും മറ്റന്നാളുമായി നടക്കാൻ പോകുന്നത് ഒരു പാനിക് സെല്ലിംഗ് ആയിരിക്കും. അതിനുശേഷം മാർക്കറ്റിൽ ഒരു പതിയെയുള്ള റിക്കവറിയും നമുക്ക് കാണാൻ കഴിയും. മുൻപുള്ള സംഭവങ്ങൾ അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി ഇത്തരത്തിൽ യുദ്ധമൊക്കെ നടക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെ സെക്ടറുകളായിരിക്കും ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏവിയേഷൻസ്, പെയിൻറ്റ്സ്, ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ്, കെമിക്കൽ സ്റ്റോക്കുകൾ എന്നിവയൊക്കെ സമ്മർദ്ദത്തിലാവാൻ സാധ്യതയുണ്ട്.